ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്ത് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചത്ത് ശവങ്ങളെ 25 വർഷം മുമ്പ് അടക്കം ചെയ്ത ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? അല്ലെങ്കിൽ ഞാൻ BJPക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരത്തും പാലക്കാടും അല്ല നിന്ന് ജയിച്ചത്. സ്വാധീനം ഇനി ജനിക്കുക പോലുമില്ല എന്ന് പറയുന്ന തൃശ്ശൂരിൽ നിന്നാണ് എനിക്ക് ജയിക്കാൻ സാധിച്ചതെങ്കിൽ ആ ദൈവം കൂടെ നിൽക്കുന്നുണ്ടാണ്. ഞാനത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയരുതെന്ന് ഞാൻ നല്ല നിശ്ചയത്തോടെ പിടിച്ച് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയം നല്ലതുപോലെ തുടിക്കുന്നുണ്ട്, നല്ലതുപോലെ സങ്കടവുമുണ്ട്. എന്തൊക്കെ കഥകളാണ് ഉണ്ടാക്കുന്നത്. പൂരം കലക്കി, ചെമ്പ് കലക്കി, ഗോപിയാശാനെ കലക്കി, RLVയെ കലക്കി, ഇതെല്ലാം കഴിഞ്ഞ് വോട്ട് കലക്കി. ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്ത് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചത്ത് ശവങ്ങളെ 25 വർഷം മുമ്പ് അടക്കം ചെയ്ത ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? എനിക്കിത്രേ നിങ്ങളോട് പറയാനുള്ളൂ. കേരളത്തിൽ ഇത്തവണയെങ്കിലും, ഇനി ഇത്തവണ വന്നില്ലെങ്കിൽ പോലും ശക്തമായ സാന്നിധ്യം നിയമസഭയിൽ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി പുതിയൊരു ഉദയം രാഷ്ട്രീയ ഭരണ സമ്പ്രദായത്തിൽ ഉണ്ടാവണം. അതിന് ദൃഢമായ നിശ്ചയം, ഇപ്പോഴുള്ള ചില നിശ്ചയങ്ങളിൽ മാറ്റം വരുത്തണം. എല്ലാം മുടച്ച് പുതിയൊരു കാസ്റ്റിലേക്ക് ഇത് കൊണ്ടുവരണം, ഒരു ഘടനയിലേക്ക്, ഒരു രൂപത്തിലേക്ക് ഇത് കൊണ്ടുവരണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട്. ഒരു ഡബിൾ എൻജിൻ സർക്കാർ ഇവിടെ ആവശ്യമാണ്. അതിൻ്റെ വ്യത്യാസം നിങ്ങൾ അറിയും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ കലുങ്ക് സംഗമത്തിന്റെ ഉദ്ദേശം ഇതേ അല്ല. പക്ഷെ ഇവരെന്തുകൊണ്ട് ഈ സംഗമത്തെ ഭയപ്പെടുന്നു? ഇതിന്റെ ഫലം ഇതാണെന്ന് അവർക്കറിയാം. അപ്പൊ എന്ത് വക്രം എഴുന്നള്ളിച്ചും ഇതില്ലായ്മ ചെയ്യാൻ അവർ ശ്രമിക്കും, അവർക്ക് വേണ്ടി കൂട്ടും നിൽക്കും. എനിക്കതിൽ വിഷമമില്ല. ഞാൻ ഇനിയും ഇത് തുടർന്നു കൊണ്ടിരിക്കും. ഇപ്പോഴും ചോദിക്കുന്നില്ലേ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് വരുമോ എന്ന്? ഇവിടെ ഇടുക്കി ജില്ലയിൽ ഒരു 8 പഞ്ചായത്തുകളിലേക്കെങ്കിലും ഇപ്പൊ തന്നെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഞാൻ എത്ര സ്ഥലത്ത് പോകും? ഞാൻ മന്ത്രിയുടെ ജോലി ചെയ്യണം. ഞാൻ ഇവിടെ നിന്നാ പറയും ഇയാൾക്ക് ഡൽഹിയിൽ പണിയൊന്നുമില്ലേന്ന്. ഡൽഹി പോയിരുന്നാ ചോദിക്കും നാട്ടിൽ കാണാനില്ലല്ലോ എന്ന്. സിനിമയിൽ അഭിനയിച്ച ഇയാൾക്ക് ഇതാ നല്ല പണി. ഈ പറയുന്നവന്മാർക്കൊക്കെ എന്ത് മൂല്യമുണ്ട്, എന്ത് ജന്മോദ്ദേശമുണ്ട് അല്ലേ? ഇതെല്ലാം നിങ്ങൾ ആലോചിക്കണം.